ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ല എല്ലാവർക്കും? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗം ഒരു ക്ലാസിക് ഐറ്റം ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു ആക്ഷൻ ഫ്ലിക്കാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ രണ്ടാമത്തേത് വിട്ടുകളയല കേട്ടോ. കിടലൻ സിനിമയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ക്രീപ്പർ വരുന്നത് ഓരോരോ 23 വർഷങ്ങൾ കൂടുമ്പം വസന്തകാലത്താണ്. 23 ദിവസത്തേക്ക് വേണ്ടി മാത്രം. ഇത്രയും ദിവസം അത് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ രണ്ടാം ഭാഗത്തിലെ കഥ നടക്കുന്നത് ആദ്യത്തെ സിനിമയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് 22ാമത്തെ ദിവസം. ആദ്യം കാണിക്കുന്നത് ഒരു വയലാണ്. ഇതൊരു ഫാമിലി പ്രോപ്പർട്ടിയാണ്. അവിടെ ഇപ്പൊ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേരാണ് ബില്ലി. ആ പയ്യനിപ്പം ആ വയലിലായിട്ടൊരു കോലം സെറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്കെയർ ക്രോ. ഓൾറെഡി 2 എണ്ണം അപ്പുറത്തായിട്ട് അവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 3ാമത്തെ കോലമാണ്. ഈ സമയം തന്നെ അവരുടെ വീടിന്റെ പരിസരത്തായിട്ട് ആ പയ്യൻ അച്ഛൻ നിൽക്കുന്നുണ്ട്. ഇയാളുടെ പേര് ഡാനിയൽ. അയാളിപ്പം ബില്ലിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാണ്. എടാ, നീ കഴിഞ്ഞ തവണത്തെ പോലെ കാട്ടിക്കൂട്ടി കെട്ടിയിട്ട് ഇങ്ങോട്ട് പോരല്ലേ. കഴിഞ്ഞ തവണ നീ കെട്ടിയ 3 കോലവും കാറ്റടിച്ചപ്പോൾ വീണുപോയി. അതുകൊണ്ട് സൂക്ഷിച്ച് നല്ല മുറുക്കി കെട്ടിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വന്നാൽ മതി എന്നൊക്കെയാണ് ഡാനിയൽ ഇപ്പോൾ അവിടെ വിളിച്ചു പറയുന്നത്. അതിനിടയിലാണ് ബില്ലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കോലത്തിന്റെ മുകളിലായിട്ട് ഇപ്പൊ 3-4 കാക്കകൾ വന്നിരുന്നു. സാധാരണ ഈ കാക്കകളെ പേടിച്ച് ഓടിക്കാനാണ് കോലങ്ങൾ കിട്ടുന്നത്. എന്നാൽ ആ കാക്കകൾ അവിടുന്ന് പേടിച്ച് പറന്നു പോകുന്നില്ല. ഈ സമയം തന്നെ ഡാനിയൽ ആണെങ്കിൽ അയാളുടെ വണ്ടിയിൽ കയറി അവിടെ എന്തോ കുഴിയെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അയാളുടെ ആ ശ്രമം പരാജയപ്പെട്ടു. ആ വണ്ടിക്ക് എന്തൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ അയാളുടെ മൂത്ത മകനായ ജാക്കിയെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. നീ ആ വണ്ടി കയറി എന്തെങ്കിലും കാണിച്ചോ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ വണ്ടി എടുക്കരുതെന്ന്. അത് മൊത്തം കംപ്ലൈന്റ് ആയി കിടക്കാണല്ലോ. അയാൾ അത് കേൾക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അതാ ബില്ലിയുടെ പരിപാടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കി ഇങ്ങനെ ബില്ലിയെ വിളിച്ച് അവനെ കുറെ ചീത്ത പറയാണ്. എന്നാലും ഇതെല്ലാം കേൾക്കുന്ന ബില്ലി ആണെങ്കിൽ അത് നിന്റെ തന്നെ പണിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിയെ കുറെ തിരിച്ചു അങ്ങോട്ട് ചീത്ത പറഞ്ഞു. അവനിപ്പം 2ാമത്തെ കോലം മുറുക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ജാക്കിയുടെ അടുത്ത് കിടക്കുന്ന നായ വല്ലാണ്ട് കുരയ്ക്കുന്നത്. അതിപ്പോ ആ വയലിലായിട്ട് എന്തോ കണ്ടു. എന്നാൽ വേറെ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയം ബില്ലി ആണെങ്കിൽ ആ കോലം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് അവനൊരു കാഴ്ച കാണുന്നത്. അപ്പുറത്തിരിക്കുന്ന 3ാമത്തെ കോലം പെട്ടെന്ന് അവന് നേർക്ക് തിരിഞ്ഞു. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് തിരിച്ച് പഴയതുപോലെ തന്നെ ആവുകയും ചെയ്തു. എന്നാൽ ബില്ലി അത് ശ്രദ്ധിച്ചു. അതാ ക്രീപ്പറാണ്. എന്നാൽ അങ്ങനെ ഒരു സാധനത്തിനെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്കിലും അതെന്താണെന്ന് അറിയണമല്ലോ. അതോട് പതുക്കെ അവൻ ആ ക്രീപ്പറിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ചെറിയൊരു പേടി അവനുണ്ട്. അങ്ങനെ അവൻ നടന്ന ക്രീപ്പറിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അവൻ അതിന്റെ കാലുകൾ കണ്ടു. അതിൽ നിന്നിങ്ങനെ വളർന്ന നഖവും. മാത്രമല്ല അവൻ നോക്കുമ്പോൾ ആ കാല് അനങ്ങുന്നുമുണ്ട്. അടുത്ത സെക്കൻഡിൽ അവൻ തിരിച്ചോടാൻ തുടങ്ങി. എന്നാൽ അവൻ ഓടിക്കഴിഞ്ഞതും ക്രീപ്പർ ആണെങ്കിൽ അവിടുന്ന് ഒരൊറ്റ ചാട്ടം. എന്നാൽ ബില്ലി ആണെങ്കിൽ നിർത്താതെ അവന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പക്ഷെ അവൻ അവന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ക്രീപ്പർ വന്നിട്ട് അവൻ പിടിച്ചു. പിന്നീട് കേൾക്കുന്നത് ബില്ലിയുടെ നിലവിളിയാണ്. ബില്ലി ഇങ്ങനെ നിലവിളിക്കുന്ന കാണുമ്പോൾ അവന്റെ അച്ഛനും ചേട്ടനും വേഗം തന്നെ വയലിലേക്ക് ഓടി. എന്നാൽ ഈ സമയം ക്രീപ്പർ ആണെങ്കിൽ അവനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നിർത്താതെ മുന്നിലേക്ക് ഓടുകയാണ്. അത് കണ്ടതും ബില്ലിയുടെ അച്ഛനായ ഡാനിയൽ തോക്കെടുത്തു. പക്ഷെ അയാൾ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ക്രീപ്പർ ബില്ലിയെ കൊണ്ട് വേഗം തന്നെ അവിടുന്ന് പറന്നു പോവാണ്. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുകയാണ് അവര്. അങ്ങനെ പിറ്റേ ദിവസമായി 23ാമത്തെ ദിവസം. ഇനി കാണിക്കുന്നത് ഒരു സ്കൂൾ ബസ്സാണ്. ഈ സ്കൂൾ ബസ്സിലുള്ള പിള്ളേര് ഇപ്പൊ ഒരു സ്പോർട്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ സ്കൂളിലേക്ക് പോണ വഴിയാണ്. ഈ ബസ്സിലിരിക്കുന്ന ആമ്പിള്ളേരാണ് ആ സ്പോർട്സ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഇതിലിരിക്കുന്ന പെമ്പിള്ളേര് ചിയർ ഗേൾസ് ആണ്. പിന്നെ ആ ബസ്സിലുള്ളത് ബസ് ഡ്രൈവറും പിന്നെ ഇവരുടെ 2 കോച്ചുമാണ്. ഇപ്പൊ ഇവർ ആ ഗെയിമിൽ ജയിച്ചതുകൊണ്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തുകൊണ്ടാണ് പിള്ളേരെല്ലാം ബസ്സിലിരിക്കുന്നത്. എന്നാൽ ആ എൻജോയ്മെന്റിലൊന്നും കൂടാതെ ഒരുത്തം മാത്രം പുറകിലത്തെ സീറ്റിലായിട്ടിരിക്കുന്നുണ്ട്. ഇവന്റെ പേര് സ്കോട്ട് എന്നാണ്. ഈ ഗെയിം നടക്കുന്നതിനിടയിൽ ഇവന് പേഴ്സണൽ ആയിട്ടുള്ള എന്തൊരു ഇഷ്യൂ ഉണ്ടായി. അതുകൊണ്ടാണ് ഇവൻ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പിള്ളേരുടെ ആഘോഷങ്ങളൊക്കെ ആ ബസ്സിനകത്ത് നടക്കുമ്പോഴാണ് അവരുടെ പുറകിലായിട്ടൊരു കാറ് വരുന്നത്. ആ കാറിന്റെ മുകളിലായിട്ട് ഒരു പാറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കാർ അവരുടെ ബസ്സിനെ പാസ് ചെയ്യുമ്പോൾ കുട്ടികളെല്ലാവരും അതിലെ ഡ്രൈവർക്ക് കൈ കാണിച്ചു. ആ കാർ ഓടിക്കുന്നത് പ്രായമായിട്ടുള്ള ഒരാളാണ്. അയാളും തിരിച്ച് കൈ കാണിച്ചു. ഈ സമയം തന്നെ ബസ്സിലിരിക്കുന്ന 3 പെമ്പിള്ളേര് ഒരു ചർച്ചയിലാണ്. ഇതിൽ 3ാമതിരിക്കുന്ന പിങ്ക് ഡ്രസ് ഇട്ട പെണ്ണിനെ കണ്ടില്ലേ, അത് ഈ പുറകിലിരിക്കുന്ന സ്കോട്ടിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇപ്പൊ ഒരു പെണ്ണ് അവളോട് പറയുന്നത്, നീ അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടില്ലേ, നിനക്ക് പോയിട്ടൊന്ന് അവനെ സമാധാനിപ്പിച്ചാൽ എന്താ? അവൾ അത് പറയുമ്പോഴാണ് ആ പെണ്ണിപ്പോ സ്കോട്ടിനെ ശ്രദ്ധിക്കുന്നത്. അതിൽ അവളെ കാര്യം പറഞ്ഞു തീർന്നതും ബസ്സിന്റെ ടയർ പൊട്ടിപ്പോയി. അതിനെ തുടർന്ന് ബസ് അവിടെ സ്റ്റോപ്പായി. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ആർക്കും മനസ്സിലായില്ല. ഡ്രൈവർ വേഗം എഴുന്നേറ്റു. ഇവളുടെ പേര് ബെറ്റി. അവൾ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു കോച്ച് നിൽക്കുന്നുണ്ട്. ഈ മൊട്ടത്തലേനെ കണ്ടില്ലേ, ഇയാളുടെ പേര് ചാർലി. ചാർലി ഇപ്പൊ കുട്ടികളോട് പറയുന്നത്, ബസ്സിന്റെ ടയർ പൊട്ടിയതാണ്, ഇനി നിങ്ങൾ ഇറങ്ങി നോക്കണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചാർലി വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ഡ്രൈവറും 2 കോച്ചുമാരും ഇപ്പൊ ടയറിന്റെ അടുത്തേക്ക് എത്തി. ഈ 3ാമതിരിക്കുന്നവനാണ് ഇവരുടെ 2ാമത്തെ കോച്ച്. ഇയാളുടെ പേര് ഡോയ്. അവരുടെ ടയറിലേക്ക് നോക്കുമ്പോൾ ആ കാഴ്ച ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ടയർ മൊത്തം കീറിയിരിക്കുകയാണ്. മാത്രമല്ല അവർ നോക്കുമ്പോൾ ടയറിലായിട്ട് എന്തോ ഒരു സാധനം തുളച്ചു കയറിയിട്ടുണ്ട്. അതൊരു തരത്തിലുള്ള അള്ളാണ്. എന്നാൽ അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തിന്റെയോ പല്ലുകളും. മാത്രമല്ല അത് അവർ തിരിച്ചു നോക്കുമ്പോൾ അതിനകത്തായിട്ട് മനുഷ്യന്റെ ഒരു പല്ലും കാണുന്നുണ്ട്. ഇങ്ങനൊരു സാധനം അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിൽ ടെൻഷനുമായി.
ഈ സമയം തന്നെ ബസ്സിലിരിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ വല്ലാത്ത നിരാശയായി. കാരണം ടയർ പൊട്ടി അവരവിടെ കിടക്കുകയാണല്ലോ. ഒരുത്തരിപ്പോൾ ചോദിക്കുന്നത് ഇനി ഇതൊക്കെ എപ്പോൾ ശരിയാക്കാനാണെന്നാണ്. അതേക്കുന്ന വേറൊരുത്തും പറയുന്നത് ഈ ടയർ പൊട്ടിയാൽ അത് മാറ്റാനൊന്നും നമ്മുടെ ബെറ്റി ഡ്രൈവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു മെക്കാനിക്ക് വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബസ്സിലെ റേഡിയോയിൽ ഒരു ന്യൂസ് വരുന്നത്. ആ ന്യൂസിൽ പറയുന്നത് പോലീസുകാർ ഇപ്പോൾ കുറെ മൃതദേഹങ്ങൾ കണ്ടെത്തി, 300-ലേറെ മൃതദേഹങ്ങൾ. എന്നാൽ അതിൽ ഒരുപാട് മൃതദേഹങ്ങൾ 200 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. മാത്രമല്ല അവരുടെയൊക്കെ ശരീരങ്ങൾ പരസ്പരം തുന്നിക്കെട്ടിയ അവസ്ഥയിലാണ്. ഒരു ശരീരത്തിൽ പോലും പൂർണ്ണമായിട്ടും അവരുടെ അവയവങ്ങളില്ല. ഒന്നിലേക്ക് ഒരാൾക്ക് കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ വളരെ പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആ ന്യൂസിൽ പറയുന്നത്. ഇതെല്ലാം കേട്ട് പിള്ളേർക്കാണെങ്കിൽ ശരിക്കും ടെൻഷനായി. ഈ സമയമാകുമ്പോഴേക്കും ബെറ്റി ഡ്രൈവർ ആണെങ്കിൽ ബസ്സിലേക്ക് കയറി. എന്നിട്ട് അവരുടെ വയർലെസ് എടുത്തിട്ട് ഒരു മെക്കാനിക്കിന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കണം എന്ന ഇൻഫർമേഷൻ കൊടുത്തു. ഈ സമയം ചാർലി കോച്ച് ഇപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഡ്വെയിൻ അവിടെ നിന്നിട്ടൊരു കാര്യം പറയുന്നത്. നിങ്ങൾ ഈ അള്ള് ശ്രദ്ധിച്ചില്ലേ, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊരു ജീവിയുടെ പല്ലുകൊണ്ടാണ്. നിനക്കിത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാനാണ് ഡ്വെയിൻ, താൻ അതെടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ അത് ദേഹത്ത് കൊണ്ടിട്ട് വല്ല മുറിവും പറ്റും എന്നും പറഞ്ഞിട്ട് ചാർലി ബസ്സിലേക്ക് കയറി. എന്നാൽ ഡ്വെയിൻ ആണെങ്കിൽ ഇപ്പോഴും ആ അള്ളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട വയലാണ്. ആ ജാക്കിയും അവന്റെ പട്ടിയും കൂടെ ഇപ്പൊ ആ ബില്ലി ആ ജീവി എടുത്തോണ്ട് പോയ ആ സ്ഥലം മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ജാക്കിക്ക് ഇപ്പോൾ ഒരു സാധനം കിട്ടി. അവൻ അതുമായിട്ട് ഉടനെ തന്നെ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയം അച്ഛനാണെങ്കിൽ ആ ബില്ലിയെ നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ അവൻ ചെന്നിട്ട് ആ സാധനം എടുത്തിട്ട് അച്ഛന് കൊടുത്തു. ഡാനിയൽ അത് ചെക്ക് ചെയ്യുമ്പോൾ അത് ആ ക്രീപ്പറിന്റെ കത്തിയാണ്. എന്നാൽ അയാൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് നോക്കിയതും പെട്ടെന്ന് അത് അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് തുളച്ചു കയറി. അത് അവരുടെ ഒരു ടേബിൾ ലാമ്പ് ഉണ്ട്, അതിനകത്തേക്കാണ് തുളച്ചു കയറിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സമയം വൈകുന്നേരമായി. കുറച്ച് കുട്ടികളിപ്പം അവസാനത്തെ ആ വെയിൽ കായാൻ വേണ്ടി ബസ്സിന്റെ മുകളിൽ കിടക്കുകയാണ്. അതിനിടയിൽ ബെറ്റി ആണെങ്കിൽ ആ മെക്കാനിക്കിന് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഒരു റിപ്ലൈ അവർക്ക് കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലാത്ത പോലെ. ഈ സമയം പുറത്തു നിന്നിട്ട് 2 കോച്ചുമാരും അവരുടെ ഫോണിൽ ട്രൈ ചെയ്തു. എന്നാൽ അവർക്കും കണക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ 1 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നേരെ ഇരുട്ടും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ അവർക്ക് കിട്ടുന്നില്ല. ഈ സമയത്താണ് കുറച്ച് കുട്ടികൾ ഇപ്പോൾ ബസ്സിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവർക്ക് അതിനകത്തിരുന്ന് മടുത്തു. മാത്രമല്ല നന്നായിട്ട് മൂത്രമൊഴിക്കാനും മുട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് അവിടെ മൂത്രമൊഴിക്കുകയാണ്. അങ്ങനെ ആ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോച്ച് വിളിച്ചു, മതി ഈ ടയർ നേരെയാക്കി ഇടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഈ ടയറുമായിട്ട് തന്നെ നമുക്ക് പോവാം എന്നാണ് കോച്ച് വിളിച്ചു പറയുന്നത്. അതിന് തുറന്ന് കുട്ടികളെല്ലാവരും തിരിച്ച് ബസ്സിലേക്ക് നടന്നു. എന്നാൽ ഈ സമയം കിംബൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ഇപ്പോഴും അവിടെ മൂത്രമൊഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് അവനൊരു കാര്യം കാണുന്നത്. ഇപ്പൊ മുകളിലൂടെ എന്തോ പറന്നുപോയി. പക്ഷെ അവൻ നോക്കുമ്പോൾ ഒന്നിനെയും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സംശയത്തോടൊന്ന് നോക്കിയതിനു ശേഷം അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അവന്റെ മുമ്പിൽ നിന്നും കുറെ പക്ഷികൾ പറന്നു പോകുന്നത്. അത് കണ്ടതും അവൻ പേടിച്ച് താഴേക്ക് വീണു. ഇപ്പൊ പക്ഷികളെ കണ്ട് അവൻ പേടിച്ച് കാണുമ്പോൾ ആ ബസ്സിലിരിക്കുന്ന പിള്ളേരെല്ലാം അവനെങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. ഈ സമയം കിംബൽ വേഗം എഴുന്നേറ്റിട്ട് ആ ബസ്സിന്റെ അടുത്തേക്ക് നടന്നു. അതിനിടയിൽ ആ ബസ്സിന്റെ മുകളിലിരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതേ സമയം തന്നെ ആ ഡാനിയലും അയാളുടെ മകനായ ജാക്കിയും കൂടെ ചില വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ജീവനെ പിടിക്കണം, അതാണ് അവരുടെ പ്ലാൻ. ഡാനിയൽ ഇപ്പൊ അതിനുവേണ്ടി കൂർത്തൊരായുധമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ സമയം രാത്രി ആ പൊട്ടിയ ടയറുമായിട്ട് ബസ് ഇങ്ങനെ അവരുടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം സ്കോട്ടിന്റെ അടുത്ത് അവന്റെ ഗേൾ ഫ്രണ്ട് വന്നിരുന്നു. അവളിപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ബസ്സിന്റെ മുന്നിലത്തെ ഒരു സീറ്റിലിരിക്കുകയാണ് മിൻസി. അവൾ നല്ല ഉറക്കമായിരുന്നു. അതിനിടയിലാണ് അവൾക്കൊരു വിഷൻ വരുന്നത്. ആ വിഷനിൽ അവൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബസ് ഇപ്പം ഒരു വയലിന്റെ അടുത്ത് കൂടെ പോവാണ്. അതിനിടയിൽ നമ്മൾ ഈ സിനിമയുടെ ആദ്യത്തെ പാർട്ട് കണ്ട ആ ഡാരി ഉണ്ടല്ലോ, അവനിപ്പോ ആ റോഡ് സൈഡിൽ നിൽക്കുകയാണ് അതേ ഡ്രസ്സിൽ. മാത്രമല്ല അവൻ അവിടുത്തെ വയലിലേക്ക് ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ വെപ്രാളത്തോടെ വിളിച്ചു പറയാണ്. അടുത്ത സെക്കൻഡിൽ അവന്റെ രൂപം മാറിയിട്ട് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ബില്ലിയായിട്ട് മാറി. അവന്റെ ദേഹത്തു നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അവനും ആ വയലിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വെപ്രാളത്തിൽ പറയാണ്. അതുകൊണ്ട് സംശയിച്ച് അവൾ ആ വയലിലേക്ക് നോക്കുമ്പോഴാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അതാ ക്രീപ്പറാണ്. ക്രീപ്പർ ഇങ്ങനെ വളരെ വേഗത്തിൽ ഓടി വന്നിട്ട് അവന്റെ കയ്യിലുള്ള ഒരാളെടുത്ത് ആ ബസ്സിന് നേർക്ക് എറിഞ്ഞു. ഇത്രയുമാണ് അവൾ ആ വിഷനിൽ കാണുന്നത്. പെട്ടെന്നാണ് ആ ബസ്സിന്റെ 2ാമത്തെ ടയറും പൊട്ടുന്നത്. അതിനെ തുറന്ന് ബസ് വീണ്ടും അവിടെ സ്റ്റോപ്പായി. ഈ സമയം ബെറ്റി കോച്ചുമാരുടെ അടുത്ത് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ബസ് ഓടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ബസ്സിൽ കുറച്ച് ഫ്ലെയർ ഇരിക്കുന്നുണ്ട്, അതിങ്ങനെ റോഡിൽ കത്തിച്ചു വയ്ക്കി, വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കാണട്ടെ. ബെറ്റി അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴാണ് അവരുടെ മുമ്പിലായിട്ട് ഒരു കാർ വരുന്നത് കാണുന്നത്. അത് കണ്ടതും ആ ചാർലി കുറച്ച് ഫ്ലെയർ ഒക്കെ എടുത്തിട്ട് വേഗം റോഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ കാറ് തടഞ്ഞു നിർത്തിയതിനു ശേഷം അയാൾ ആ കാറുകാരൻ്റെ അടുത്ത് പറയുന്നത് ഞങ്ങൾ മൊത്തത്തിൽ ഇവിടെ പെട്ടുകിടക്കാണ്, ടയർ 2 പൊട്ടി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, പോണ വഴിക്ക് പോലീസുകാരെ വല്ലതും കാണുകയാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണേ. ചാർലി ഇത് പറയുമ്പോൾ ആ കാറിലുള്ള ആളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം അയാൾ ആ വണ്ടി എടുത്തുകൊണ്ടാണ് പോയി. ഈ സമയം ചാർലി ആണെങ്കിൽ ഒരു ഫ്ലെയർ കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ചാർലി ആ ഫ്ലെയർ ഒക്കെ കത്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബെറ്റി ഇപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങി. അവൾ ആ ടയർ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും കുറെ പിള്ളേരും ബസ്സിന്റെ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ ബെറ്റി ആ ടയർ ചെക്ക് ചെയ്യുമ്പോൾ അവൾക്ക് വീണ്ടും ഒരാളുകൂടെ കിട്ടി. അത് കാണുമ്പോൾ അവളുടെ ടെൻഷൻ കൂടി. അവൾ അതെടുത്തിട്ട് ആ ഡ്വെയിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്നത് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആരും ഇനി വെളിയിൽ ഇറങ്ങണ്ട, എല്ലാ കുട്ടികളുടെ അടുത്തും ബസ് കയറാൻ പറ.
അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അപ്പുറത്തായിട്ട് ചാർലി ഇങ്ങനെ ആ റോഡിൽ ഫ്ലെയർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ക്രീപ്പർ വന്നിട്ട് ചാർലി എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നീട് ആ ചാർലിയുടെ നിലവിളി കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി. പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ചാർലി അവിടെ കാണുന്നുമില്ല. ഇപ്പൊ മുകളിൽ നിന്നും ഒരു ഫ്ലെയർ ഇങ്ങനെ താഴേക്ക് വീഴാണ്. ചാർലി ഇതോടെ പോയി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനെ ചാർലിയെ കൂടെ കാണാതായപ്പം എല്ലാവർക്കും ശരിക്കും ടെൻഷനായി. അതുകൊണ്ട് തന്നെ ഡേനിപ്പം എല്ലാ കുട്ടികളുടെ അടുത്തും ബസ് കയറാൻ പറയാണ്. അതിനെ തുടർന്ന് കുട്ടികളെല്ലാവരും ബസ്സിലേക്ക് കയറി. അങ്ങനെ കുട്ടികളൊക്കെ കയറി കഴിയുമ്പോൾ ഡ്വെയ്ൻ പിന്നെയും ചാർലി അവിടെ അന്വേഷിക്കുകയാണ്. ഈ സമയം ബെറ്റിയാണെങ്കിൽ ആ ഫ്ലെയർ ഒക്കെ ആ റോഡിൽ ഇങ്ങനെ കത്തിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ക്രീപ്പർ വന്നിട്ട് ബെറ്റിയെ പിടിച്ചോണ്ട് പോകുന്നത്. അതിപ്പോ ബെറ്റിയെ പിടിച്ചോണ്ട് പോയത് ഡ്വെയ്നും കണ്ടു. മാത്രമല്ല ബസ്സിലിരിക്കുന്ന കുട്ടികളും കണ്ടു. പക്ഷെ ക്രീപ്പറിനെ അവർ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. അതിനിടയിലാണ് ആ ഡ്വെയ്ൻ അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ബസ്സിന്റെ ഡോർ അടഞ്ഞു കിടക്കാണ്. അതുകൊണ്ട് അയാൾ വാതിൽ മുട്ടാൻ തുടങ്ങി. അതിനെ തുടർന്ന് കുട്ടികൾ ആ വാതിൽ ഉടനോർത്തു. ഈ സമയം അയാൾ അകത്തേക്ക് കയറി വന്നതിന് ശേഷം ചോദിക്കുന്നത് ബെറ്റി എവിടേക്ക് പോയിന്നാണ്. അതേക്കുന്ന ജേക്ക് എന്ന് പറയുന്നൊരു പയ്യൻ പറയുന്നത് ബെറ്റി മുകളിലേക്ക് പറന്നുപോയി എന്നാണ്. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ആ ക്രീപ്പർ വന്നിട്ട് ആ ഡ്വെയ്നെ പിടിക്കുന്നത്. ക്രീപ്പർ അയാളുടെ തോളിൽ കാലമർത്തിയിട്ട് അയാളെ മുകളിലേക്ക് വലിക്കുകയാണ്. അത് കണ്ടതും സ്കോട്ട് ഇറങ്ങി ചെന്നിട്ട് അയാൾ തിരിച്ചു വലിക്കാൻ തുടങ്ങി. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴേക്കും ക്രീപ്പർ അയാളെയും കൊണ്ട് അവിടുന്ന് പോയി. പിന്നീട് സ്കോട്ട് തിരിയുമ്പോൾ അവന്റെ മുഖത്ത് മൊത്തം ചോരയാണ്. മാത്രമല്ല അവന്റെ മുഖത്ത് നല്ല പേടിയും പ്രകടമാണ്. അങ്ങനെ അവൻ വേഗം തന്നെ ബസ്സിന്റെ പുറകിലേക്ക് ചെന്നു. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം ബാക്കി കുട്ടികളും അവന്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അവരോട് പറയുന്നത് ആ ജീവിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു, അതും വലിയ ചിറകുകൾ. അവനത് പറയുമ്പോൾ വളരെ പേടിയോടെ എല്ലാവരും ആ പരിസരം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഡാനിയൽ അയാളുടെ വീട്ടിലിരിക്കുകയാണ്. അയാളിപ്പം അയാളുടെ റേഡിയോ ഓണാക്കി. എന്താ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകളിൽ നിന്നും ആ ജീവി ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, കുറെ ആൾക്കാരൊക്കെ കാണാതായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഡാനിയൽ വേഗം അയാളുടെ മകനെയും കൂട്ടി വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഈ സമയം പിള്ളേരാണെങ്കിൽ പേടിച്ചരണ്ട് ആ ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അതിനിടയിൽ ബക്കി എന്ന് പറയുന്ന ഒരു പയ്യൻ ആ വയർലെസ് എടുത്തിട്ട് പോലീസുകാരെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു റിപ്ലൈയും അവന് കിട്ടുന്നില്ല. അതിനിടയിലാണ് ഇസി എന്ന് പറഞ്ഞൊരു പയ്യന് ഒരു ജാവലിൻ കിട്ടുന്നത്. മാത്രമല്ല വേറൊരുത്തിന് ഒരു ഫ്ലെയർ ഗണ്ണും കിട്ടി. അവര് പറയുന്നത് നമുക്ക് ഇത് വെച്ചിട്ട് ആ ജീവിയെ നേരിട്ടൂടെന്നാണ്. എന്നാൽ അത് കേൾക്കുന്ന സ്കോട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടൊന്നും ആ ജീവിനെ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. നിങ്ങൾ അത് കണ്ടില്ല, കുറച്ച് അപ്പുറത്തായിട്ടൊരു ഫാം ഹൗസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ, അവിടെ നമ്മൾ സേഫ് ആയിരിക്കും. എന്നാൽ അത് കേൾക്കുന്ന അവന്റെ ഗേൾഫ്രണ്ടായ റോണ്ട പറയുന്നത് നീ എന്തൊക്കെയാണ് സ്കോട്ടി പറയുന്നത്? ആ ജീവി പുറത്തുള്ള സമയത്ത് നമ്മളെങ്ങനെയാണ് ആ ഫാം ഹൗസിലേക്ക് പോകുന്നത്? എന്റെ പൊന്നു റോണ്ട, ആ ജീവി പോയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. അതിനിപ്പോഴൊന്നും തിരിച്ചു വരത്തില്ല. ഇത് വളരെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും എന്നാണ് സ്കോട്ട് പറയുന്നത്. എന്നാൽ സ്കോട്ട് ഒഴികെ ബാക്കി ആരും ഇതിന് സമ്മതിക്കുന്നില്ല. അവരെല്ലാവരും കൂടെ ഒരു വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ മിൻസി ഒരു കാഴ്ച കാണുന്നത്. അവളിപ്പോ പേടിച്ച് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. അവളിങ്ങനെ പുറകിലേക്ക് നടക്കുമ്പോഴാണ് ബാക്കി എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത്. അവര് നോക്കുമ്പോൾ അത് ആ ക്രീപ്പറാണ്. അതിപ്പോ ഡോറിന്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ മണം പിടിക്കുന്നുണ്ട്. അത് കണ്ടതും എല്ലാവരും അവിടെ താഴ്ന്നിരുന്നു. എന്നാൽ അവന്മാർ താഴ്ന്നിരുന്ന് കഴിഞ്ഞപ്പം ആ ജീവിയെ ബസ്സിന്റെ ജനലിന്റെ സൈഡിലേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് മണം പിടിക്കാൻ തുടങ്ങി. ഈ സമയം ആ ജീവിയുടെ മൂക്കിന് താഴെയായിട്ടുള്ളത് ജേക്ക് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. ആ ജീവി ഇപ്പം അവനെ കണ്ടു. ജസ്റ്റ് അവനൊന്ന് നോക്കിയതിനു ശേഷം ആ ജീവി മുകളിലേക്ക് പോവുകയും ചെയ്തു. അത് പോയി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്രീപ്പർ ആ ബസ്സിന്റെ പുറകിൽ വരുന്നത്. അത് കണ്ടത് എല്ലാവരും പേടിച്ചിട്ട് ബസ്സിന്റെ മുന്നിലേക്ക് പോയി. എന്നിട്ട് വളരെ പേടിയോടെ ആ ജീവിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം ആ ജീവി നോക്കുന്നത് ആ ജേക്കിന് നേരെയാണ്. ആ കാര്യം അവനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ പേടി കൂടി. അങ്ങനെ അവനൊന്ന് നോക്കിയതിനു ശേഷം ആ ജീവി ഇപ്പൊ ബാക്കി എല്ലാവരും നോക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ എന്നെയാണോ നോക്കുന്നത് എന്ന രീതിയിൽ സ്കോട്ട് ആംഗ്യം കാണിച്ചു. പക്ഷെ ആ ജീവി അല്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് സ്കോട്ട് അവിടുന്ന് മാറി. അങ്ങനെ ആ ജീവി ഓരോരുത്തരെ നോക്കുമ്പോൾ അവരൊന്നും അല്ല ഇതിന് വേണ്ടതെന്ന് മനസ്സിലാവുമ്പോൾ ഓരോരുത്തരിങ്ങനെ സൈഡിലേക്ക് മാറി. അങ്ങനെ അവസാനം നിൽക്കുന്നത് ഡേവിഡാണ്. ആ ജീവിയുടെ നോട്ടത്തിൽ ഡേവിഡിനെയും വേണം എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഡേവിഡിനെ കണ്ടപ്പോൾ ആ ജീവി ഇപ്പൊ ബസ്സിന്റെ ചില്ലിലൊന്ന് നക്കി കാണിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഡേവിഡ് ആണെങ്കിൽ ശരിക്കും ഞെട്ടിയാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്താണ് ആ ജീവി ആ ബസ് പിടിച്ച് കുലുക്കുന്നത്. അതിന്റെ ഡോറിൽ പിടിച്ചിട്ട് അതിനെ തുറന്ന് ആ ഡോറിന്റെ ഒരു ബോൾട്ട് തെറിച്ചുപോയി. മാത്രമല്ല അടുത്ത സെക്കൻഡിൽ ആ ജീവി മുകളിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അതിന് അനക്കൊന്നും കാണുന്നില്ല. പിള്ളേരാണെങ്കിൽ പേടിച്ചിട്ട് അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ മിൻസിക്ക് തല ഇറങ്ങുന്നത്. അതിനെ തുറന്ന് അവൾ താഴേക്ക് വീണു. ഇപ്പൊ എല്ലാവരും കൂടെ അവിടെ നോക്കുമ്പോൾ അവളുടെ കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയി. അതിൽ നിന്ന് അവൾ മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മിൻസ് ഇപ്പൊ ഒരു വിഷം കാണാണ്. ആ വിഷനിൽ അവൾ നിൽക്കുന്നത് ആ ഡാനിയലിന്റെ ഫാമിലും. ഇപ്പൊ അവൾ അവിടുത്തെ വയലിലേക്ക് നോക്കുമ്പോൾ ആ വയലിലായിട്ട് ആ ക്രീപ്പർ നിൽക്കുന്നുണ്ട്. അവൾ പതുക്കെ അതിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് അവളുടെ പുറകിൽ ആ ഡാരി വരുന്നത്. ഡാരി ഇപ്പം ആ ജീവിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ മിൻസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പം അവന്റെ ശരീരം നോർമൽ അവസ്ഥയിലാണ്. എന്നാൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവൾ നോക്കുമ്പോൾ അവന്റെ 2 കണ്ണുകളും ഇല്ല. പെട്ടെന്നാണ് ആ ജീവി അതിന്റെ ചിറക് പോക്കുന്നത്. അതിനെ തുറന്ന് അവൾ ബസ്സിൽ ഞെട്ടി എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റ് കാണുമ്പോൾ പിള്ളേരെല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ പറയുന്നത് നീ മരിച്ചുപോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം നിന്റെ കണ്ണുകളൊക്കെ ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്താണ് സംഭവിച്ചത് നിനക്ക്? അവർ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഡാരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്.
നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ ജീവി ഇപ്പം അതിനുവേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും അതിനെന്തൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്, അവരുടെ പേടിയിൽ നിന്ന്. അതാണ് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അതിനെ സഹായിക്കുന്നത്. ഞാനിതൊന്നും നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. ആ ജീവി കാരണം കൊല്ലപ്പെട്ട ഒരു പയ്യനാണ് ഇതിനോട് പറഞ്ഞത്. അവൻ നമ്മളെല്ലാവരെയും വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആ ജീവി ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ഒരാൾക്കും അതിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല. ആ പയ്യൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇന്നാണ് ആ ജീവിയുടെ അവസാനത്തെ ദിവസം. ഓരോ 23 വർഷങ്ങൾ കൂടുമ്പം 23 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ആ ജീവി ഇങ്ങോട്ട് വരുന്നത്. ഇന്നിപ്പോ 23ാമത്തെ ദിവസമാണ്. ഇന്നത്തെ രാത്രി കൂടെ കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോൾ ആ ജീവി ഭൂമിക്കടിയിലേക്ക് പോകും. പിന്നീട് 23 വർഷത്തേക്ക് അത് ഉറക്കമായിരിക്കും. എന്നാൽ അവളതെല്ലാം പറയുമ്പം സ്കോട്ടാണെങ്കിൽ അവിടെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. നീ എന്ത് തമാശയാണ് ഈ പറയുന്നത്? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും എന്നൊക്കെയാണ് സ്കോട്ട് പറയുന്നത്. അതേക്കുമ്പം നീ ചിരിച്ചോ, ആ ജീവി എന്തായാലും നമ്മളെ തേടി വരും. നിങ്ങൾ എവിടെ ഒളിച്ചാലും ആ ജീവി ആരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെയും കൊണ്ടേ അത് പോകത്തുള്ളൂ. അതെല്ലാം കേൾക്കുമ്പോൾ സ്കോട്ടിന് ശരിക്കും പേടിയായി. മാത്രമല്ല ബാക്കിയുള്ളവരും വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ്. ഈ സമയം ബക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് ആ വയർലെസ് എടുത്തിട്ട് പിന്നെയും പോലീസുകാരെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഇപ്പോഴും ഒരു റിപ്ലൈ അവന് കിട്ടുന്നില്ല. ഇതേസമയം തന്നെ ഡാനിയലും അയാളുടെ മകനും കൂടെ ഇപ്പൊ ആ ജീവിയെ അന്വേഷിച്ച് റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പട്ടിയും അവരുടെ വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരു കാർ അവിടെ തകർന്നു നടക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അവർ വണ്ടി നിർത്തി. ഈ കാർ ഏതാണെന്ന് മനസ്സിലായോ? ആ ബസ്സിലെ കോച്ച് ഒരു ടീമിന്റെ അടുത്ത് ചെന്നിട്ട് പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു? ആ കാറാണിത്. ഇപ്പൊ ഡാനിയിൽ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ കാറിന്റെ റൂഫ് മൊത്തം തകർന്നിരിക്കുകയാണ്. മാത്രമല്ല അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഈ പണി ഒപ്പിച്ചത് ആ ജീവിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അയാൾ ഉടനെ തന്നെ അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക്. ഈ സമയത്താണ് അവരുടെ വണ്ടിയിലെ റേഡിയോയിൽ ജാക്കിന് ഒരു കണക്ഷൻ കിട്ടുന്നത്. അത് ബസ്സിലിരുന്നിട്ട് ആ ബക്കി വിളിക്കുന്നതാണ്. അങ്ങനെ ബക്കി കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവർ പറയുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ബസ് കണ്ടെത്താം, അതുവരെ അതിനകത്ത് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് വേഗം തന്നെ ആ ബസ്സും തെരഞ്ഞു പോവാണ്. ഇതേസമയം തന്നെ ആ പിള്ളേരെല്ലാം ബസ്സിൽ നിന്ന് ഇങ്ങനെ കൈയടിക്കാൻ തുടങ്ങി. കാരണം ബക്കി കുറേ നേരമായിട്ട് ആ വയർലെസ്സിൽ കോൾ ചെയ്യാൻ ശ്രമിക്കായിരുന്നല്ലോ. ഇപ്പൊ ആ കണക്ഷൻ കിട്ടിയതുകൊണ്ടാണ് പിള്ളേരെല്ലാവരും കൈയടിച്ചത്. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി ബസ്സിന്റെ മുകളിലേക്ക് വരുന്നത്. എന്നിട്ട് ആ ബസ്സിന്റെ റൂഫ് പൊളിച്ചിട്ട് ബക്കിയുടെ തല പിടിച്ച് വലിക്കാൻ തുടങ്ങി. എന്ത് കാണിച്ചിട്ടും അവൻ അവിടെ നിന്ന് വിട്ടുവരാൻ സാധിക്കുന്നില്ല. അത് കണ്ടെന്ന് റോണ്ട എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആ ജാവലിൻ എടുത്തിട്ട് ബസ്സിന്റെ റൂഫും തുളച്ചിട്ട് ആ ജീവിക്ക് ഒരു കുത്തു കൊടുത്തു. അത് ആ ജീവിയുടെ തോളിലാണ് തുളച്ചു കയറുന്നത്. എന്നിട്ടും ആ ജീവി ബക്കിയെ വിടുന്നില്ല. അത് കാണുമ്പോൾ അവൾ വീണ്ടും ആ ജാവലിൻ ഊരിയെടുത്തിട്ട് ഒരു കുത്തു കൂടെ കൊടുത്തു. ഇത്തവണ കുത്തിയപ്പം ആ ജീവി അവനെ വിട്ടു. അതിനെ തുറന്ന് പിള്ളേരെല്ലാം ബക്കിയും പിടിച്ചോണ്ട് പുറകിലേക്ക് പോയി. അപ്പൊ ആ ജീവി അവനെ വിടാൻ കാരണം ആ ജാവലിൻ തുളച്ചു കയറിയിരിക്കുന്നത് ആ ജീവിയുടെ തലയ്ക്കുള്ളിലേക്കാണ്. ഇപ്പൊ അത് അവിടെ നിന്നുകൊണ്ട് അത് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ എത്ര ശ്രമിച്ചിട്ടും അത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജീവി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തല പൊളിച്ചിട്ട് ആ ജാവലിനെടുത്ത് പുറത്തേക്ക് ഇട്ടു. പിന്നീട് കുറച്ച് സമയത്തേക്ക് അതിന് അനക്കൊന്നും കാണുന്നില്ല. അത് കാണുമ്പോൾ ഒരു പയ്യൻ ആ റൂഫിലുള്ള ഓട്ടയിലൂടെ ആ ജീവി ഒന്ന് നോക്കി. ആ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ ക്രീപ്പറിന്റെ തലയുടെ ഒരു ഭാഗം മൊത്തം തകർന്നിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിൽ ആ ജീവി മുകളിലേക്ക് പറന്നു പോവുകയും ചെയ്തു. പിന്നീട് കുറച്ച് സമയത്തേക്ക് നിശബ്ദത മാത്രം. എന്നാൽ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ആ ജീവി പോയ പോലെ തന്നെ തിരിച്ചു വന്നു. വളരെ വേഗത്തിൽ ആ ബസ്സിന്റെ മുകളിലേക്ക്. ആ ഒരു ശക്തിയിൽ ബസ്സിന്റെ ചില്ല് മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നുപോയി. പിന്നീട് ആ ബസ്സിനകത്ത് നിറയെ പുകയാണ്. പക്ഷെ ഭാഗ്യത്തിന് കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ പതുക്കെ കുട്ടികളെല്ലാവരും എഴുന്നേറ്റു. ഈ സമയം ഒരുത്തൻ ആ ഓട്ടയിലൂടെ പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ ആ ജീവി അവിടെ അനക്കമില്ലാതെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ആ ബസ്സിനകത്ത് നിൽക്കുന്ന അപകടമാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങണം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. നേരത്തെ ആ ജീവി ആ ബസ് പിടിച്ച് കുലുക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പൊളിച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടല്ല, ആ വാതിൽ ജാമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ ബോൾട്ട് ഊരി തെറിച്ചു പോയത്. ഇപ്പൊ ആ വാതിൽ ജാമാക്കി കുട്ടികളെല്ലാവരെയും ആ ജീവി അതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ബസ്സിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിട്ട് ആ ജീവിയുടെ ചിറക് ആ ബസ്സിന്റെ ഉള്ളിലേക്ക് വരുന്നത്. നല്ല വലുപ്പം ഉണ്ടായിരുന്നു ആ ചിറക്. ഇപ്പൊ ആ ചിറക് ഇങ്ങനെ വിരിഞ്ഞാണ് നിൽക്കുന്നത്. കുറച്ച് കുട്ടികൾ ആ ചിറകിന്റെ അപ്പുറത്തും കുറച്ച് കുട്ടികൾ ആ ചിറകിന്റെ ഇപ്പുറത്തുമാണ്. അങ്ങനെ ജയ്ക്ക് ഇപ്പം ആ ചിറക് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഇപ്പുറത്തേക്ക് ആക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി ആ ചിറക് വെച്ചിട്ട് ജയ്ക്കിനെ പിടിക്കുന്നത്. അതിപ്പോ ആ ചിറക് കൊണ്ട് അവനെ പൊതിഞ്ഞിട്ട് മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടത് പിള്ളേരെല്ലാവരും കൂടെ അവനെ പിടിച്ച് താഴേക്ക് വലിക്കാൻ തുടങ്ങി. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും ആ ജീവി ചിറക് മുകളിലേക്ക് വലിച്ചെടുത്തു. പിന്നീട് അവർ നോക്കുമ്പോൾ കാണുന്നത് ജയ്ക്കിന് തലയില്ല. ആ തല ഇപ്പം ആ ജീവി എടുത്തു. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് കുറച്ച് സമയത്തേക്ക് ആ ജീവിയുടെ അനക്കൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി റോണ്ട ഇപ്പം ആ ഗ്യാപ്പിലൂടെ മുകളിലേക്ക് നോക്കി. ഈ സമയം അവിടുത്തെ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ ക്രീപ്പർ ഇപ്പം അതിന്റെ പൊളിഞ്ഞു പോയ തല ഊരെടുത്തിട്ട് വെളിയിലേക്ക് ഇട്ടു. അതിനെ തുറന്ന് അതിപ്പോ കഴിച്ച ജേക്കിന്റെ തല അവിടെ വളർന്നു വരികയാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് അത് ജേക്കിന്റെ തലയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അടുത്ത സെക്കൻഡ് അത് ക്രീപ്പറിന്റെ തലയാവുകയും ചെയ്തു. അങ്ങനെ പുതിയ തല കിട്ടിക്കഴിഞ്ഞപ്പം ആ ജീവിയാണെങ്കിൽ മുകളിലേക്ക് പറന്നുപോവുകയും ചെയ്തു. അങ്ങനെ ആ ജീവി അവിടെ നിന്ന് പറന്നുപോയി കഴിയുമ്പോഴേക്കും സ്കോട്ട് ഇപ്പം ആ വാതിൽ തുറന്നു. എന്നിട്ട് അവൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജീവി നേരത്തെ സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, അതിപ്പോ ജേക്കിനെ ഓൾറെഡി കൊണ്ടുപോയി. ഇനിയിപ്പോ ഡേവിഡ് ഉണ്ട്, ബക്കി ഉണ്ട്.
അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ. എന്തിനാണ് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളയുന്നത്? നമ്മൾ ബാക്കിയുള്ളവർ ഈ ബസ്സിനകത്ത് തന്നെ നിൽക്കാം. നാളെ രാവിലെ വരെ ആ ജീവിയെ സഹിച്ചാൽ മതിയല്ലോ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ ഡേവിഡിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിനക്ക് മാത്രം രക്ഷപ്പെടാം എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? നീ എന്തൊരു സെൽഫിഷാടാ. നമ്മളെല്ലാവരും ഒരു ടീമല്ലേ? ആ കാര്യം പോലും നീ ഓർക്കുന്നില്ലല്ലോ. എന്തായാലും നിന്റെ ആഗ്രഹം പോലത്തെ നടക്കട്ടെ, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഡേവിഡ് വേഗം വെളിയിലേക്ക് ഇറങ്ങി. അത് കണ്ടതും ബാക്കിയുള്ളവരും ഡേവിഡിന്റെ കൂടെ പോവാണ്. ആ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ സ്കോട്ടിന്റെ ഗേൾഫ്രണ്ടായ ആ റോണ്ടയുണ്ടായിരുന്നു. അവള് പോകാൻ തുടങ്ങുന്ന കാണുമ്പോൾ അവൻ അവളെ തടഞ്ഞു. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. നീ സെൽഫിഷാണ്, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാ മതി എന്നും പറഞ്ഞിട്ട് അവള് ഇറങ്ങിപ്പോയി. എന്നാൽ അവള് പോയത് കാണുമ്പോൾ അവളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി സ്കോട്ട് അവളുടെ പുറകെ ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ ആ ബസ്സിൽ ജോണി എന്ന് പറയുന്ന ഒരു പയ്യൻ മാത്രമേ ഇരിക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ആ ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ സ്കോട്ട് ഇപ്പോൾ റോണ്ടയുടെ അടുത്ത് നിന്നിട്ട് തിരിച്ചു വിളിക്കാൻ തുടങ്ങി അവളെ. പക്ഷെ അവള് വരുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ അവിടെ നിന്ന് വഴക്കൂടുമ്പോഴാണ് ആ ജീവി അങ്ങോട്ട് പറന്നു വരുന്നത്. അത് കണ്ടതും എല്ലാവരും കൂടെ തിരിച്ച് ബസ്സിലേക്ക് ഓടി. എന്നാൽ ബസ്സിന്റെ അടുത്തെത്തി അവർ വാതിലിന് മുട്ടുമ്പോൾ ആ ജോണി ആ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ആ ക്രീപ്പർ ആണെങ്കിൽ അവരുടെ തൊട്ടടുത്തെത്താനായി. അത് കണ്ടതും എല്ലാവരും കൂടെ ആ വയലിലേക്ക് ഇറങ്ങി ഓടുകയാണ്. ആ ക്രീപ്പർ ആണെങ്കിൽ അവരെ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ആ ഓട്ടത്തിനിടയിൽ അവിടെയുള്ള ഒരു കല്ലിലിടിച്ച് ഡേവിഡ് താഴേക്ക് വീണു. അതിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബാക്കി എല്ലാവരും മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി ആ സ്കോട്ട് ഇപ്പോൾ ഒരു മരത്തിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ആ ജീവി ഒരു കത്തി എടുത്തിട്ട് അവന് നേർക്കെറിയുന്നത്. അങ്ങനെ ആ കത്തി ഇപ്പോൾ സ്കോട്ടിന്റെ കൈയും ചേർത്തിട്ട് ആ മരത്തിലേക്ക് തുളച്ചു കയറി. എത്ര ശ്രമിച്ചിട്ടും അവന് കൈ എടുക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ റോണ്ടയും ഇസി എന്ന് പറയുന്നൊരു പയ്യനും അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷെ അവരെന്തൊക്കെ കാണിച്ചിട്ടും ആ കത്തി ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് ഡേവിഡ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഡേവിഡ് വന്നിട്ട് ആ കത്തി ഇങ്ങോട്ട് ഊരിയെടുത്തു. എന്നാൽ അവൻ ആ കത്തി ഊരിയെടുത്ത അടുത്ത സെക്കൻഡിൽ ക്രീപ്പർ താഴേക്ക് വന്ന് സ്കോട്ടിനെടുത്തിന് മുകളിലേക്ക് പറന്നുപോയി. ഇതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. ഈ സമയം തന്നെ ഡാനിയലും ജാക്കിയും കൂടെ ആ ബസ്സും അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റോട്ടിലായിട്ട് ആ മിൻസി അവർ കാണുന്നത്. അത് കണ്ടതും അവർ വേഗം തന്നെ മിൻസിയുടെ അടുത്തേക്ക് വന്നു. അവൾ ആ ബസ്സിലുണ്ടായിരുന്നതാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതിൽ ഈ സമയം അവൾ അവരോട് പറയുന്നത്, നിങ്ങൾ ആ ബസ്സും അന്വേഷിച്ച് വന്നാണെങ്കിൽ വെറുതെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, അതിനകത്ത് ആരുമില്ല. മാത്രമല്ല ആ ജീവിയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അതെല്ലാം കേൾക്കുന്ന ഡാനിയൽ പറയുന്നത്, ആ ജീവിയെ എന്ത് ചെയ്യണം എന്ന കാര്യം നീ എനിക്ക് വിട്, ആദ്യം നീ ആ ബസ് എനിക്ക് കാണിച്ചതാ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ജോണി ഇപ്പോഴും ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അവനിപ്പോൾ ഒരു പെണ്ണിനെ കൂടെ അതിനകത്തേക്ക് വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ സമയത്താണ് ആ മുകളിലത്തെ ഗ്യാപ്പ് വഴി ആ ബക്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവൻ വല്ലാത്ത വെപ്രാളത്തിലാണ്. എന്നാൽ അവനെ കാണുമ്പം ആ കുട്ടിയൊക്കെ പേടിയായി. കാരണം ആ ജീവി അവനെ നോട്ടമിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്, നീ പുറത്തേക്ക് ഇറങ്ങിപ്പോ, ആ ജീവി നിന്റെ പുറകിലുണ്ടെന്നാണ്. എന്നാൽ അവൻ അവിടുന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ആ ജീവി മുകളിലൂടെ കൈയിട്ടിട്ട് അവന്റെ തലയ്ക്ക് കയറി പിടിക്കുന്നത്. എന്ത് കാണിച്ചിട്ടും ബക്കിക്ക് അവിടുന്ന് ഊരിപ്പോരാൻ പറ്റുന്നില്ല. എന്നാൽ 2 സെക്കൻഡ് കഴിഞ്ഞപ്പം ക്രീപ്പർ അവന് വിട്ടു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ സമയമാകുമ്പോഴേക്കും ഡാനിയലും ജാക്കിയും ആ ബസ്സിന്റെ അടുത്തേക്ക് എത്തി. അവരിപ്പം ആ ജീവിക്ക് നേരെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ആ ക്രീപ്പർ ആണെങ്കിൽ അതിന്റെ 2 ചിറകുകളും വിടർത്തി. അതിനുശേഷം പല്ലും കടിച്ചുകൊണ്ട് അവരെ വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ്. ഇതേസമയം തന്നെ ഡാനിയൽ നിൽക്കുന്നത് ആ വണ്ടിക്ക് പുറകിലാണ്. അയാളിപ്പോൾ ഒരു ഹാർപ്പൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു മെഷീനിൽ നിന്നും സ്പിയർ ഷൂട്ട് ചെയ്യാൻ പറ്റും നല്ല വേഗതയിൽ. അയാളിപ്പോൾ ആ ജീവിക്ക് നേരെ ഒരു സ്പിയർ ഷൂട്ട് ചെയ്തു. ആ സ്പിയറിന്റെ അറ്റത്തായിട്ട് റോപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല നീളമുള്ള റോപ്പാണ്. കറക്റ്റായിട്ട് ആ സ്പിയർ ഇപ്പം ആ ജീവിയുടെ നെഞ്ചത്താണ് തുളച്ചു കയറിയിരിക്കുന്നത്. അതിനെ തുടർന്ന് അത് അവിടുന്ന് പറന്നുപോയി. പക്ഷെ റോപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന കാരണം അതിന് കുറെ ദൂരത്തേക്ക് പറന്നു പോകാൻ പറ്റുന്നില്ല. മാത്രമല്ല അതിനത് ഊരിയെടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ആ ജീവി ആ റോപ്പ് പിടിച്ചു വലിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഡാനിയൽ നിൽക്കുന്ന ആ വണ്ടിയും മുന്നിലേക്ക് മൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറെ നിരങ്ങി നീങ്ങിയതിനു ശേഷം ആ വണ്ടി ഇപ്പം ബസ്സിന്റെ പുറകിലേക്ക് എത്തി. ഈ സമയം ഡാനിയൽ ആ കയറിങ്ങനെ ചുറ്റുമാണ്. ആ ജീവി അയാളുടെ അടുത്തേക്ക് വലിച്ചെടുക്കാനാണ് അയാൾ ഇപ്പം ശ്രമിക്കുന്നത്. എന്നാൽ ആ കയർ കുറച്ച് ചുറ്റി കഴിയുമ്പോൾ ജീവിയാണെങ്കിൽ ആ സ്പിയർ ഊരിയെടുത്തിട്ട് അവിടുന്ന് പറന്നു പോവുകയും ചെയ്തു. എന്നാൽ അത് പറന്നു പോകുന്ന സമയത്ത് ആ ജീവി ആ സ്പിയർ വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് എറിഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ആ സ്പിയർ ഇപ്പം കറങ്ങി തിരിഞ്ഞ് അവർക്ക് നേരെ വരാൻ തുടങ്ങി. അത് കണ്ടതും ഡാനിയൽ ഇപ്പം ജാക്കിയുടെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയാണ്. എന്നാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആ സ്പിയർ വന്നിട്ട് ആ വണ്ടിക്കകത്തേക്ക് തുളച്ചു കയറി. പക്ഷെ ഭാഗ്യത്തിന് അവൻ താഴ്ന്നിരുന്നുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. ആ സ്പിയർ ഇപ്പം അവന്റെ സീറ്റിലാണ് തുളച്ചു കയറിയിരിക്കുന്നത്. ഈ സമയത്താണ് ആ ജീവി പിന്നെ അവരുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ടതും ജാക്കി ആണെങ്കിൽ വണ്ടി കുറച്ച് മുന്നിലേക്ക് എടുത്തു. ഈ സമയം ഡാനിയൽ ആണെങ്കിൽ അടുത്ത സ്പിയർ അതിൽ ലോഡ് ചെയ്യാണ്. അങ്ങനെ അത് ലോഡ് ചെയ്തിട്ട് അയാൾ എയിം ചെയ്യുമ്പോൾ ആ ജീവി ഇപ്പം ബസ്സിന്റെ അപ്പുറത്ത് കൂടെ താഴ്ന്നു പറക്കാൻ തുടങ്ങി. അത് കണ്ടതും ബസ്സിനകത്തിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഡാനിയൽ താഴ്ന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ താഴ്ന്നിരുന്ന് കഴിയുമ്പോൾ അയാളിപ്പം ബസ്സിന്റെ ഉള്ളിൽ കൂടെ ആ സ്പിയർ ഷൂട്ട് ചെയ്തു. കറക്റ്റായിട്ട് അത് ആ ജീവിക്ക് കൊള്ളുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ ജീവി പുറകിലേക്ക് തെറിച്ചു വീണു. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ജീവി പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഉയർന്നു പൊങ്ങുന്നതിനനുസരിച്ചിട്ട് ആ കയറും ടൈറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ ആ റോപ്പ് ബസ്സിന്റെ ഉള്ളിൽ കൂടെയാണല്ലോ പോയിരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവി മുകളിലേക്ക് പോയപ്പോൾ ബസ് ഇങ്ങോട്ട് ചെരിയാൻ തുടങ്ങി. അത് കണ്ടതും ജാക്കി വേഗം അവന്റെ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ്. അതോടുകൂടെ ബസ് മറിഞ്ഞു. അങ്ങനെ ബസ് മറിഞ്ഞു കഴിയുമ്പോൾ ആ ജീവി ബസ്സിന്റെ റൂഫ് ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് ആ കയറുമായിട്ട് മുകളിലേക്ക് പോയി. ഇനിയിപ്പോൾ ആ വണ്ടിയിൽ നിന്നുള്ള പണിയാണ് എന്ന കാര്യം ഡാനിയലും മനസ്സിലായി. അതുകൊണ്ട് അയാൾ വേഗം താഴേക്ക് ചാടി. അപ്പോഴേക്കും ആ റോപ്പ് വലിഞ്ഞ് ടൈറ്റായി. അതിനെ തുടർന്ന് ഡാനിയലിന്റെ ആ വണ്ടിയാണെങ്കിൽ അവിടെ തെറിച്ചു പോവുകയും ചെയ്തു. പിന്നീട് അവർ നോക്കുമ്പം ആ ക്രീപ്പറിനെ കാണുന്നില്ല.
ഇതേ സമയം തന്നെ ആ വയലിലായിട്ടിരിക്കുകയാണ് റോണ്ടയും ഡേവിഡും. അതിനിടയിലാണ് ആ ഈസി അങ്ങോട്ട് വരുന്നത്. ഈസി ഇപ്പോൾ അവരോട് പറയുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ല, ഞാൻ രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ വന്നേന്നും പറഞ്ഞിട്ട് ഈസി ഇപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു ചെറിയ ട്രക്കിന്റെ അടുത്തേക്കാണ്. ഈ സെയിം ട്രക്കാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അതായത് വണ്ടിയുടെ മുകളിലായിട്ട് ആ പാർട്ടി സെറ്റ് ചെയ്തൊരു ട്രക്ക് ഉണ്ടായിരുന്നില്ലേ, അത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് കീ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ക്രീപ്പർ മുകളിലൂടെ പറന്നുപോയ ശബ്ദം അവർ കേൾക്കുന്നത്. അതിന് തുറന്ന ഒരു പെട്ടെന്ന് തന്നെ വണ്ടിക്കകത്ത് കയറി. ഇസയും റോണ്ടയും ആദ്യം കയറി. എന്നാൽ ഡേവിഡ് വണ്ടി കയറാൻ വേണ്ടി വാതിൽ ഓർക്കുമ്പോൾ ആ പീടി ഇങ്ങോട്ട് ഊരിപ്പോന്നു. അതുകൊണ്ട് അവൻ വണ്ടിയുടെ പുറകിലാണ് കയറുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് വളരെ വേഗത്തിൽ ആ ജീവി അവരുടെ പുറകെ വരുന്നത്. അത് കണ്ടതും ഡേവിഡിന്റെ കയ്യിൽ ആ ഫ്ലെയർ ഗൺ ഇരിക്കുന്നുണ്ട്. അവനിപ്പം ആ ജീവിക്ക് നേരെ ഷൂട്ട് ചെയ്തു. അത് കറക്റ്റായിട്ട് തന്നെ കൊണ്ടു. എങ്കിലും അതിനൊരു കുഴപ്പവും പറ്റിയില്ല. അത് പിന്നെയും അവരെ ഫോളോ ചെയ്ത് വരികയാണ്. അതെന്തായാലും അവർ പിടിക്കുന്ന മനസ്സിലാവുമ്പോൾ വണ്ടി ഓടിക്കുന്ന ഈസി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റോണ്ടയെ തള്ളി വെളിയിലേക്ക് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് അവൻ ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതും ആ ജീവി വളരെ വേഗത്തിൽ വന്ന് അവരുടെ ഫ്രണ്ടിലെ ചില്ലും തകർത്തിട്ട് അപ്പുറത്തേക്ക് തെറിച്ചുപോയി. മാത്രമല്ല ആ ട്രക്കാണെങ്കിലും മറഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ട്രക്ക് മറഞ്ഞു കഴിയുമ്പോൾ ഡേവിഡ് ഇപ്പോൾ കുറെ അപ്പുറത്തേക്കാണ് തെറിച്ചു പോയിരിക്കുന്നത്. അവനിപ്പോൾ എഴുന്നേക്കാൻ വയ്യ. ദേഹം മൊത്തം ഇഞ്ചുറിയാണ്. അങ്ങനെ ഡേവിഡ് ഇപ്പോൾ പതുക്കെ മുന്നിലേക്ക് ഞെരങ്ങി നീങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ ആ ജീവിയുടെ ചിറക് കാണുന്നത്. അത് കാണുമ്പോൾ അപ്പോൾ ആ ജീവി ആ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി. അവനിപ്പം ആ ജീവി എവിടെയാണെന്ന് നോക്കുകയാണ്. പെട്ടെന്നാണ് ആ ട്രക്ക് പൊട്ടിത്തെറിക്കുന്നത്. അതിന്റെ അടുത്തായിട്ട് ആ ജീവി ഇരിക്കുന്നുണ്ട്. അതിനെ കണ്ടതും അവൻ താഴ്ന്നിരുന്നു. എന്നാൽ ഈ സമയം ജീവിക്ക് അവന്റെ മണം കിട്ടുന്നുണ്ട്. എന്നാൽ ആ ജീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ വലത്തെ കൈയും പോയി, ഇടത്തെ കാലും പോയി. എങ്കിലും അതവിടെ അടങ്ങിയിരിക്കുന്നില്ല. ഈ സമയം ഡേവിഡ് ആണെങ്കിൽ ഞെരങ്ങി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പുറകിലായിട്ട് ആ ജീവി ഇങ്ങനെ ചാടി അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ജീവി ഇപ്പോൾ അവന്റെ മേലേക്ക് ചാടി. എന്നിട്ട് അവനെ പിടിച്ച് അതിപ്പോൾ അവനെ കടിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഡേവിഡ് വന്നിട്ട് ഒരു സ്പിയർ ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് അതിന്റെ തലയ്ക്ക് കൊണ്ടു. അതിനെ തുറന്ന് അത് പുറകിലേക്ക് തെറിച്ചു വീണു. ഡേവിഡ് ഇപ്പം അയാളുടെ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് കുട്ടികൾ അയാളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡേവിഡ് വേഗം തന്നെ ഇറങ്ങിയിട്ട് ആ ജീവിയുടെ അടുത്തേക്ക് വന്നു. ആ ജീവി ചാവാനൊന്നും പോകുന്നില്ല എന്ന കാര്യമൊക്കെ അറിയാം. അതുകൊണ്ട് അയാൾ ഒരു സ്പിയർ എടുത്തിട്ട് ആ ജീവിയുടെ നെഞ്ചിലിങ്ങനെ കുറേ കുത്തുകയാണ്. അങ്ങനെ ഒരുപാട് കുത്തു കിട്ടി കഴിയുമ്പം ആ ജീവിയുടെ മുഖം ഇപ്പം ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കവറായിട്ട് നിൽക്കുകയാണ്. പിന്നീട് അതിന് അനക്കൊന്നും കാണുന്നില്ല. അത് കാണുമ്പോൾ ആ ജീവി ചത്തു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ ഈ സമയം മിൻസി അവിടെ ഇരിക്കുന്നുണ്ട്. അവൾ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ചത്തിട്ടൊന്നുമില്ല, കണ്ടില്ലേ നേരം വെളുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് അനങ്ങാത്തത്. അതേക്കുന്ന ഡേവിഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തലയിൽ നിന്ന് ആ സ്പിയർ ഊരെടുത്തു. എന്നിട്ട് ഒരു കുത്തും കൂടെ അതിന് കൊടുത്തു. എന്നിട്ട് അയാൾ പറയുന്നത്, എന്നെ സംബന്ധിച്ച് ഇത് ചത്തുപോയി, ഇനി അത് എഴുന്നേക്കത്തൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം 23 വർഷം കഴിഞ്ഞു. ഇപ്പൊ 3 പിള്ളേര് ആ ഡേവിഡിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവരവരുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജാക്കി അവിടെ നിൽക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ക്രീപ്പറിനെ ഇവരുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതുപോലെ ആ ക്രീപ്പറിനെ കാണാൻ വന്നാണ് ഈ 3 പിള്ളേർ. പൈസ മേടിച്ചിട്ടാണ് ജാക്കി ആ ജീവിയെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പൈസ മേടിച്ചതിന് ശേഷം ജാക്കി അവരെയും കൊണ്ട് ഒരു ഷെഡിന്റെ അകത്തേക്ക് വന്നു. ആ ഷെഡിന്റെ മുകളിലായിട്ട് അവർ ആ ജീവിയെ തൂക്കിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അതിന് അറ്റുപോയ കൈയും കാലും അവർ തുന്നി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ജീവിയെ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ അതിനെ തൊടാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരാൾ അവരെ വിളിക്കുന്നത്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഡാനിയലാണ്. അയാൾ ആ ഹാർപ്പൂൺ അവിടെ സെറ്റ് ചെയ്ത് ആ ജീവിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. എങ്ങാനും ആ ജീവി എഴുന്നേറ്റ അപ്പം തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ആ പിള്ളേർ ചോദിക്കുന്നത്. അതേക്കുന്ന ഡാനിയൽ പറയുന്നത്, 23 വർഷമായിട്ട് ഞാൻ അതിനെ കാത്തിരിക്കുകയാണ്, അത് എഴുന്നേക്കോന്നറിയാം, ഇനിയിപ്പോൾ 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറഞ്ഞു തരുമ്പോൾ പിന്നീട് കാണിക്കുന്നത് ആ ജീവിയുടെ മുഖമാണ്. അതിപ്പോഴും കവറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിന് അനക്കൊന്നും കാണുന്നില്ല. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.